ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അജയനെയും ജയനെയും നയനെയും ആദർശിനെയാണ്. അങ്ങനെ അജയനും ജയനും സത്യങ്ങളൊക്കെ അറിഞ്ഞ് നയനയുടെയും ആദർശിന്റെയും അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും നയനയ്ക്ക് അപ്പോഴും പറയാനുള്ളത്, അറിയാം അഭി ദുഷ്ടനാണെന്ന് അറിയാം, പക്ഷെ അഭിയുടെയും നവ്യയുടെയും ജീവിതം തകരരുത്. എന്നെ പോലെ ഒരിക്കലും ക്ഷമയുള്ളവളല്ല എൻ്റെ നവ്യേച്ചി. അതുകൊണ്ട് മാത്രം ഈ കാര്യം ഞാൻ മൂടി വെക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജയം പറഞ്ഞു, ഹോ എങ്കിലും അവൻ്റെ അഭിനയം അപാരം തന്നെ. ഓ, നാഴ്വയ്ക്ക് 40 വട്ടവും അവനിപ്പോൾ ആദർശിനെ കുറ്റപ്പെടുത്തുക. സ്വന്തം കുഞ്ഞാണെന്നറിയാം, എന്നിട്ട് പോലും ആദർശിനെ അവൻ കുറ്റപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എത്ര ദുഷ്ട മനസ്സായിട്ടായിരിക്കും. അതിനോടൊപ്പം ജലജയും നിൽക്കുകയല്ലേ ഏത് നേരവും മോനെ കുറ്റപ്പെടുത്താന്. ഹേയ്, അതൊന്നും സാരമില്ല. ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ എന്നെയല്ലേ, ഞാനത് അംഗീകരിച്ചു, ഞാനത് സ്വീകരിച്ചു. എൻ്റെ കുഞ്ഞല്ലേ ചന്തുമോള്, അങ്ങനെ മാത്രം മതി അച്ഛ. ഇനി വേറെ ആരും അറിയണ്ട അവള് എൻ്റെ കുഞ്ഞല്ല അബിയുടെ കുഞ്ഞാണെന്ന്. അങ്ങനെ ഒരു അച്ഛൻ അവക്ക് ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ നയനയും പറഞ്ഞു, അത് ശരിയാ ഇപ്പൊ ആദർശേട്ടൻ പറഞ്ഞത്. അബിയെ പോലെ ഒരു അച്ഛൻ്റെ മോളാണ് ചന്തുമോളെന്ന് പറയുന്നത്. അതൊരിക്കലും നല്ല കാര്യമല്ല. മാത്രമല്ല അങ്ങനെ ഒരു അച്ഛൻ്റെ ക്വാളിറ്റി ഒന്നും അവനില്ല. പിന്നെ എൻ്റെ നവ്യേച്ചി ഒരിക്കലും അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പൊറുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നവ്യേച്ചിയുടെ ജീവിതത്തിനും ചന്തുമോളുടെ ജീവിതത്തിനും ഒക്കെ നല്ലത് ഇപ്പം ആദർശേട്ടൻ അച്ഛനായിട്ട് ഇരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നമുക്കൊക്കെ ആദർശേട്ടൻ നന്നായിട്ട് അറിയാം. അതെ, അല്ല ഞാൻ അതിശയിച്ചു പോവാ മോളെ. ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല, എന്നിട്ട് പോലും മോളുടെ ഭർത്താവിനെ വിശ്വസിച്ചല്ലോ. ഇത് കേട്ട ഉടനെ നവ്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആദർശേട്ടൻ വേറെ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല, അതെനിക്കറിയാം. ആദർശേട്ടന് വഴിവിട്ട ബന്ധമില്ല, അതും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ആദർശേട്ടനെ വിശ്വസിച്ച് ഇനി ഇതേ അങ്ങോട്ടേക്കും ആദർശേട്ടനെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. ഈ ഉറപ്പ് എനിക്കറിയാം, ആദർശേട്ടൻ്റെ മനസ്സ് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ദേ ഈ ഉറപ്പ് മനസ്സൊക്കെ അറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചന്തുമോള് മകളായിട്ട് വന്നെങ്കിലും നിങ്ങളുടെ രക്തത്തിൽ ഒരു കുഞ്ഞ് പിറക്കണ്ടേ. അതുകൊണ്ട് ദേ ഇനി ഡോക്ടറിനെ ഒന്ന് മാറി കാണേണ്ടിയിരിക്കുന്നു. ഒരു ഡോക്ടറിനെ സ്ഥിരം കാണാൻ പോയതാ, അവിടുന്ന് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഡോക്ടറിനെ ഒന്ന് മാറി കാണണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അനന്തപുരി തറവാട്ടില് നയനയുടെയും ആദർശിന്റെയും രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാകണം. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന 2 പേരുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും. അവരുടെ അവസ്ഥ അറിയാലോ, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. സമയം എത്രയും പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണടയുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങളിത് ചെയ്യണം. ഇത് ചെയ്തേ പറ്റൂ. അല്ലാതെ ചന്തുമോള് വന്നു ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട എന്നുള്ളൊരു തീരുമാനമൊന്നും ഒരിക്കലും എടുക്കരുത് കേട്ടോന്ന്. അപ്പൊ നയന ആദർശിനെ ഒന്ന് നോക്കി ചിരിക്കുകയാണ്, ആദർശ് നയനയെ ഒന്ന് നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അവരങ്ങ് പോയി കേട്ടോ. ഏതായാലും നമ്മുടെ ചന്തുമോളുടെ ഭാഗ്യമാണ് നയനയും ആദർശയും പോലൊരു അച്ഛനെ അമ്മേനെ കിട്ടിയത് തന്നെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ കൂട്ടുകാരെയാണ്. അപ്പൊ അനിയനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ നേരമുള്ളൂ. അങ്ങനെ കൂട്ടുകാരന്മാർ പറയാ, എടാ ഇങ്ങനെ നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയാൽ ശരിയാവില്ല. ഒന്നെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ നിന്റെ കൂടെ നിർത്തണം. അല്ലാതെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാനാ, അനാമിക എന്ന് പറയുന്ന ഒരു ഭൂതന എൻ്റെ തലയിൽ കയറിയിരിക്കല്ലേ. അവളൊന്ന് പോയാൽ മതിയായിരുന്നു. അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒരു ഡിവോഴ്സിന് പോലും അവൾ കൊണ്ട് പെറ്റീഷൻ കൊടുക്കുന്നില്ല. മാത്രമല്ല അവൾ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ പൂർണ്ണമായിട്ടും അനന്തപുരി തറവാട്ടിൽ നിന്ന് അവളുടെ ജീവിതം പാഴാക്കാനൊന്നും പോകുന്നില്ല. അവൾക്കറിയാം അനന്തപുരി തറവാട്ടിൽ നിന്നാലും അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന്. ഇപ്പോൾ ഒരുത്തരുമായിട്ട് ചുറ്റിക്കറങ്ങളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ അല്ലയോ, എന്താണെങ്കിലും എനിക്ക് വിരോധമില്ല. എന്താണെങ്കിലും അവളൊന്നെൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ നന്ദുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തല പുകയുക. അതെന്താണ് നിന്റെ തല പുകയുന്നത്? നന്ദുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവൾ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല, അവളെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല, അവിടെ എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ അവളുടെ വിവരങ്ങളൊക്കെ അറിയുന്നത്? ഞാനൊന്ന് ഫോൺ വിളിക്കാൻ പോവാ. ഇനിയും അവൾ ഫോൺ വിളിച്ചില്ല എങ്കിൽ ഉടനെ ഞാൻ പോലീസ് ക്യാമ്പിലേക്ക് ചെല്ലും, അവളെ നേരിട്ട് കാണും, നോക്കിക്കോ എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നന്ദു ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് അവള് എന്നെ അവിടെ എത്തിച്ചേ അടങ്ങുമെങ്കിൽ അങ്ങനെ ആട്ടെ, ഞാൻ അങ്ങോട്ട് പോവാ പോലീസ് ക്യാമ്പിലേക്ക്. എടാ അത് വേണോ? അത് വലിയ പ്രശ്നം. എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് നന്ദുവിനെ കണ്ടേ പറ്റൂ. അവളെ കാണാതെ എൻ്റെ ഓരോ ഞരമ്പുകളിലും ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക, രക്തം തിളച്ചുകൊണ്ടിരിക്കുക. പറ്റില്ല, എനിക്കിനി
അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അവളുടെ സംസാരം ഒന്ന് കേൾക്കാലോ എന്ന് ഓർത്തോണ്ടാ ഫോൺ വിളിക്കുന്നത്. എന്നിട്ടും അവൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അവളെ ഞാൻ കാണും, നേരിൽ കാണും എന്നൊക്കെ പറഞ്ഞ് ഇനി അനി നിൽപ്പുണ്ട് കേട്ടോ. പോലീസ് ക്യാമ്പിൽ കയറിയ ഇനിയിപ്പോൾ അത് മതി നമ്മുടെ നന്ദുവിൻ്റെ അവിടുത്തെ എന്താ പറയുക, ആ ഒരു ക്യാമ്പിൽ നിന്ന് അവർ പിരിച്ചുവിടാനായിട്ട് എന്തെങ്കിലും കാരണം നോക്കിയിരിക്കുകയാണല്ലോ ആ ട്രെയിനർ. അപ്പം ചിലപ്പം നമ്മുടെ അനി ചെന്ന് കയറുന്നു, പിടിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ SI ആകാൻ പോലും പറ്റത്തില്ല. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്തുമോൾക്ക് ചോറ് ചന്തുമോളെ അല്ല കേട്ടോ കാണിക്കുന്നത്, നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരിനെയും തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അവിടെ ഒരു സ്റ്റണ്ട് നടന്നായിരുന്നല്ലോ, ഭയങ്കരമായിട്ടുള്ള ഒരു അടി, ഒരുത്തനെ അടിച്ചു മടക്കി കുത്തിയെടുത്ത് നമ്മുടെ നന്ദു പഞ്ഞിക്കിട്ടേക്കാണല്ലോ. അപ്പം ഇങ്ങനെ കയ്യിലൊക്കെ കുഴമ്പ് തേച്ച് കൊടുത്തോണ്ടിരിക്കുക കൂട്ടുകാരി. അപ്പം കൂട്ടുകാരി പറഞ്ഞു, എങ്കിലും അവന്റെ അവസ്ഥ അല്ല, അടിച്ച നിനക്ക് ഈ അവസ്ഥയാണെങ്കിൽ അടി കൊണ്ട് അവന്റെ അവസ്ഥ എന്തായിരിക്കും? എങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടി. അപ്പം നിനക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നോ ഞാൻ അവനെ തല്ലി തോപ്പിക്കുമെന്ന്? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നടി, എങ്കിലും ഇത്രയ്ക്ക് അവരെ അങ്ങ് വഞ്ചിക്കിടുന്നേ. അവന്റെ ബോഡി, അവന്റെ ആ ഒരു സ്റ്റാമിനയൊക്കെ കണ്ടിട്ടേ, അവനെ നീ വഞ്ചിക്കിടുന്ന് ഞാൻ ഓർത്തില്ല. എങ്കിലും അവനെ നീ തല്ലി തോപ്പിച്ചില്ലേ? സത്യമായിട്ടും നിന്റെ അടുത്ത് സംസാരിക്കാനൊന്ന് പേടിക്കണം കേട്ടോ. നിന്റെ കൈ വെച്ച് ഒരെണ്ണം കിട്ടിയ ഞാൻ ചത്തെന്ന് കൂട്ടിക്കൊണ്ടാ മതി. എന്താടി നീ പറയുന്നത്? പിന്നെ പണ്ടു മുതലേ ഞാനിങ്ങനെ സ്റ്റണ്ടും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ബോഡി നല്ല സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ അവനെന്നല്ല, ആര് വന്നാലും, ഒരു 10 പേര് വന്നാലും തല്ലി തോപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇങ്ങനെ തല്ലി തോപ്പിച്ച് നടന്നാൽ മതിയോ നിനക്ക്? അല്ല, വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ, അയാളുടെ കാര്യം നീ അന്വേഷിക്കാറുണ്ടോ? ദേ അനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എനിക്ക് പറ്റില്ലടി അവനെ ഫോണ് അറ്റൻഡ് ചെയ്യാനായിട്ട്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പിടിവിട്ടു പോകും. ചിലപ്പോൾ ഞാൻ അവനോടുള്ള എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം, അപ്പം നിന്റെ മനസ്സ് നിറയെ സ്നേഹം ഉണ്ടല്ലേ, അത് പിന്നെ നിന്നോട്, എടി ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടി. ഇതൊക്കെ നീ തുറന്ന് പറഞ്ഞു നോർത്ത് ഒരു പ്രശ്നമില്ല. മനസ്സിലിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാതിരിക്കുന്നത് നല്ലത്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. എനിക്കറിയാം നിന്റെ മനസ്സ് നിറയെ അവനോടുള്ള സ്നേഹം തന്നെയാണ്. പക്ഷേ നിന്റെ വീട്ടുകാരും നിന്റെ അനന്തപുരി തറവാട്ടുകാരും ഒക്കെ എന്ത് വിചാരിക്കുന്ന ഓർത്തല്ലേ? അതും ഒരു സൈഡിലുണ്ടടി. അനന്തപുരിയിൽ ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നയനേച്ചിയുടെയും ആദർശേട്ടൻ്റെയും ജീവിതത്തിൽ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടായി തുടങ്ങി. അവരുടെ ജീവിതത്തിൽ ചെറിയ കല്ലുകടി ഉണ്ടായിരുന്നോ? നീ എന്താ പറയുന്നത്? അതെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ. ഈ ആദർശേട്ടനും നയനേച്ചിയും ഭയങ്കര സ്നേഹത്തിലല്ലേ? അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്താണെന്നറിയില്ല, ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അതിനൊക്കെ ഒരു പരിഹാരം കാണണം. എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്ത വേദനയുണ്ട് നയനേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ. ഒരിക്കലും നയനേച്ചിക്ക് ഒരു സങ്കടവും വരരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം ഒരുപാട് സങ്കടപ്പെട്ട മനസ്സാ അത്. പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞങ്ങളെ ജീവിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ജീവിക്കാൻ മറന്നുപോയ ഒരാളാ എൻ്റെ നയനേച്ചി. അതുകൊണ്ട് തന്നെ നയനേച്ചിക്ക് ഒരു പ്രശ്നങ്ങളും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇല്ലടി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആദർശേട്ടന് നയനേച്ചിയെ ജീവനാണല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നന്ദുവിനെ കൂട്ടുകാരി സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ ചന്തുമോൾക്ക് ചോറൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ചന്തുമോളുടെ മുത്തശ്ശി, അതായത് ദേവയാനി കൊഞ്ചിക്കുന്നു, ചന്തുമോൾക്ക് ചോറ് വാരി കൊടുക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പം നമ്മുടെ നയനയും ഉണ്ട് അവിടെ. അപ്പൊ ഇതെല്ലാം കണ്ടോണ്ട് ജലജ നിൽക്കുന്നു. ജലജ നേരെ അബിയുടെ അടുത്ത് ചെന്നിട്ട്, കണ്ടോ അവിടെ ചോറ് വാരി കൊടുക്കുന്നു, എന്തൊക്കെയാ നടക്കുന്നത്? എടാ, നിന്റെ ഭാര്യനെ ചൂട് കയറ്റാൻ പറ്റിയ ഒരവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല. ഉടനെ ചെന്ന് നിന്റെ അനിയത്തിയോട് പറ, അവിടെ ചന്തുമോളെ സ്നേഹിക്കുകയാണെന്ന്, അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന്. വേണമെങ്കിൽ കുറച്ച് കൂട്ടിയും കൂടെ പറഞ്ഞു. അങ്ങനെ അവളുടെ ചോര തിളച്ച് അവൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ. അനിയത്തിയും ചേട്ടത്തിയും തമ്മിലെ അങ്ങ് തല്ലി പിരിയട്ടേടാ. നമ്മൾ എന്തിനാടാ നമുക്ക് കിട്ടിയ ചാൻസ് മാറ്റിവെക്കുന്നത്? പരമാവധി നമുക്ക് പ്രയോഗിക്കണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യടാ, നീ ചെന്ന് നിന്റെ ഭാര്യനെ ചൂട് കയറ്റ. അല്ലെങ്കിലും ഈ ഏടത്തിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അല്ല, എനിക്ക് വല്ലാത്ത സംശയം ഉണ്ടടാ. ഇനിയിപ്പം ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മാത്രമല്ല, നയനയുമായിട്ട് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇപ്പൊ നയനയോട് സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പൊ കരള് കൊടുത്തതും മറ്റും നയന ആയിരിക്കുമോ? കരള് കൊടുത്തത് ഏതോ ഒരു മന്ദബുദ്ധി പെണ്ണ. അല്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങളും കോടികളും ഓഫർ ചെയ്തിട്ട് ആ പെണ്ണ് മേടിക്കാതെ പോവുമോ? അതുകൊണ്ട് ഏതോ ഒരു മന്ദബുദ്ധിയാ കരള് കൊടുത്തത്. എൻ്റെ നയനയിടത്തിയൊന്നും ആവത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ
നമ്മുടെ അബിക്ക് അറിയില്ലല്ലോ നൈനിയെ കരട് കൊടുത്തതെന്ന്. അതിനേതായാലും വിരാമം കുറിക്കാൻ പോവുകയാണ് കേട്ടോ. ആ സത്യങ്ങളൊക്കെ ഉടനെ തന്നെ നാളെയും നാളത്തെ കഴിഞ്ഞത്തെ എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അബി പോയി നേരെ നവ്യയുടെ അടുത്ത് ചെന്നിട്ട്, നീ ഇവിടെ കൊച്ചിനെ തൊട്ടിൽ ഇട്ട് കുലുക്കിക്കൊണ്ട് ഇവിടെ നിന്നോ, ദേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആ താഴെ ഒന്ന് ചെന്ന് നോക്കിക്കേ, അവിടെ ഗംഭീര പ്രകടനം നടക്കുക. ചന്തുമോളെ കൊഞ്ചിക്കുന്നു, മാമൂട്ടുന്നു, എന്തൊക്കെയാ. ദേ ഇന്നലെ വരെ വെറുത്തിരുന്ന ഒരാളാ ഇപ്പൊ ചന്തുമോളെ എടുത്ത് മടി കയറ്റി വെച്ച് മാമൂട്ടുന്നത്. അതാരാ അഭിയേട്ടാ? അഭിയേട്ടെന്നല്ല, അതാരാ അഭി? അത് വേറെ ആരുമല്ല, നിന്റെ അമ്മായി, നമ്മുടെ അമ്മായി ഇല്ലേ, ആദർശേട്ടന്റെ അമ്മ. എങ്ങനെ കൊഞ്ചിക്കാതിരിക്കും? സ്വന്തം മകന്റെ കൊച്ചുമോളല്ലേ, സ്വന്തം മകന്റെ മോളല്ലേ, അപ്പൊ പിന്നെ കൊഞ്ചിക്കണ്ടേ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചന്തുമോളെ ചന്തുമോളെ ചന്തുമോളെ. ദേ അജയേട്ടനും അല്ല ഇളയച്ചനും വല്യച്ഛനും ഒക്കെ ചന്തുമോളെ ചന്തുമോളെ ചന്തുമോളെ. ഈ അനന്ത പത്മനാഭനെ ആർക്കെങ്കിലും വേണോ? വേണ്ടല്ലോ. ദേ നിന്റെ കുഞ്ഞ് കിടക്കുന്ന കണ്ടോ, ഒരു അനാഥ പ്രേതത്തിനെ പോലെ. നമ്മുടെ കുഞ്ഞിനെ ആർക്കും വേണ്ട നവിയെ. ഇപ്പൊ എല്ലാവർക്കും ചന്തുമോളെ മാത്രം മതി. ആ ചന്തുമോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കിടക്കുന്ന അനന്തപുരി തറവാട്ടിലെ ആൺതരിയായ കൊച്ചുമോനെ ആയിരുന്നു, അല്ലാതെ വലിഞ്ഞു കയറി വന്ന അവളെ അല്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ നിന്റെ അനിയത്തിയുടെയും കൈകളുണ്ടടി. നിന്റെ അനിയത്തി എന്താ വിചാരിക്കുന്നതെന്നോ? ഇനി ആ കുഞ്ഞിനെ പറഞ്ഞു വിട്ടാൽ എല്ലാവരും അനന്ത പത്മനാഭനെ കുത്തിപ്പറിക്കാൻ വരുമല്ലോ. അത് നിന്റെ അനിയത്തിക്ക് ഇഷ്ടമല്ല. നിന്റെ അനിയത്തിക്ക് ഈ കുഞ്ഞിനെ വേറെ ആരും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല. നിന്റെ അനിയത്തിയുടെ ഇവിടുത്തെ സ്ഥാനം പോകുമല്ലോ. ഇപ്പം നിന്റെ അനിയത്തി നിന്നെക്കാളും മുമ്പ് അമ്മയായവളല്ലേ. അതുപോലെ എൻ്റെ ആദർശേട്ടൻ എന്നെക്കാളും മുമ്പ് അച്ഛനായവനല്ലേ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിനു വേണ്ടിയുള്ള അവരുടെ തന്ത്രമായി ഇതൊക്കെ. എനിക്കറിയാം. നീ ഇവിടെ നിന്നോ, അവര് സ്നേഹിച്ച് കൊല്ലട്ടെ ചന്തുമോളെ. മോക്ക് കിട്ടാനുള്ളതെല്ലാം ഇപ്പൊ കിട്ടുന്നത് അവക്ക. ആ ചന്തുമോൾക്ക് ഏതായാലും സ്വന്തം അച്ഛനാന്ന് ഓർത്തോണം ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തൊരു ക്രൂര മനസ്സല്ല നമ്മുടെ അഭിയുടെ. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഒന്ന് ഓർത്തു നോക്കിക്കേ. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മൾ സത്യസന്ധതയോട് കൂടി നമ്മള് നുണയൊക്കെ പറയാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. ഇതുപോലെ ഭൂലോക കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കാന്ന് പറഞ്ഞാല് അയ്യോ, നബിക്ക് മാത്രമേ പറ്റത്തുള്ളായിരിക്കും. പിന്നെ കഥയാണ്, കഥയിൽ ചോദ്യമില്ല. ഏതായാലും നമ്മുടെ നവ്യ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നവ്യക്ക് അങ്ങോട്ട് രക്തം അങ്ങോട്ട് തിളച്ച് നവ്യ നേരെ ഇറങ്ങി ചെല്ലുകയാണ് താഴേക്ക്. അപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കുട്ടിക്ക് ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുന്നു, കുട്ടീനെ ഓമനിക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട്, കുട്ടിയോട് എനിക്ക് നേരത്തെ ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് ഞാൻ വെറുതെ അഭിനയിച്ചതാണ്. എൻ്റെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചന്തുമോളെ നിന്നെ ആരെങ്കിലും വെറുക്കുവോ, നിന്നെ ആർക്കെങ്കിലും വെറുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴത്തേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ നവ്യ. കൂടെ നമ്മുടെ ആദർശം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നവ്യ അങ്ങോട്ട് ചെന്നു കേട്ടോ. നവ്യ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അങ്ങ് നോക്കി അങ്ങ് ദഹിപ്പിച്ച് പേടിപ്പിക്കണം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നയനയ്ക്ക് എന്തോ പോലെയായി. അപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, ജനിക്കുന്നെങ്കിലേ ഈ കൊച്ചിനെ പോലെ ജനിക്കണം. എത്ര പേരാ ഇവളെ സന്തോഷിപ്പിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചന്തുമോള ആദർശന്റെ മുഖത്ത് ദയനീയമായിട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്റെ കൊച്ചുമോളെ എനിക്ക് സന്തോഷിപ്പിക്കണ്ടേ? ഓ, ഇന്നലെ വരെ അമ്മായിക്ക് ഇവളെ വെറുപ്പായിരുന്നല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളെ അധിക നേരം ആർക്കും വെറുക്കാൻ പറ്റില്ല മോളെ. ഈ കുടുംബത്തിൽ ഒരു കൊച്ചുമോൻ ജനിച്ചിട്ടുണ്ട്. അതിന് ഒരു പരിഗണനയും കിട്ടുന്നുമില്ല. അത് ആരെങ്കിലും കാണുന്നുണ്ടോ? ചില നേരത്തെ എനിക്ക് തോന്നാറുണ്ട് കുഞ്ഞുമായിട്ട് അങ്ങ് വീട്ടിലേക്ക് പോയാലോ എന്ന്. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നല്ല രീതിയിൽ നവ്യ ഒന്ന് മാറി വന്നതാ നയന മോളെ. വീണ്ടും ദേ നിന്നെ ജലജയും അഭിയും കൂടി തിളപ്പിക്കുന്നുണ്ടല്ലേ. എന്നെ ആരും തിളപ്പിക്കുന്ന ഒന്നുമില്ല അമ്മായി. ഇവിടുത്തെ രീതികളോടെ എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. ദേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദേ ഇവളല്ലേ ഇപ്പൊ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്നത്, എന്റെ അനിയത്തി. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ പറയുന്നത്? അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, എന്നെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അഭിയെ പൊക്കി പറയുന്നത് ഇപ്പൊ നവ്യയുടെ ഒരു ശീലമായിട്ട് മാറുക. ദേ അവനെ നല്ലൊരു ഭർത്താവും അച്ഛനും ആക്കി എടുക്കുക ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദേ ആദർശേട്ടനോട് എനിക്കൊന്നും പറയാനില്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റും. ചില തെറ്റുകളെ തിരുത്താൻ പറ്റത്തില്ല. ആ തെറ്റാണല്ലോ ഈ നിൽക്കുന്നത്. ഇപ്പൊ കോമ സ്റ്റേജിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടല്ലോ. അവളെ ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടില്ല. അവൾ സുഖം പ്രാപിച്ച് വരരുതേ എന്ന് എന്റെ പ്രാർത്ഥന. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ എന്റെ അനിയത്തിയുടെ സ്ഥാനമാണല്ലോ തെറിക്കാൻ പോകുന്നത്. നീ ഓർത്തോ നയനെ, നീ ഓർത്തോ. വേറൊന്നുമല്ല, അവളങ്ങനെ സുഖം പ്രാപിച്ചു വന്നാല്
ഈ ചന്തുമോൾക്ക് ഇവിടെ പരിഗണന കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചന്തുമോളുടെ അമ്മയ്ക്കായിരിക്കും നയനെ നിന്നേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അത് മറന്നാണ് നീ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിതത്തിന് നീ ഇപ്പൊ കുഴി മാന്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെട്ടിമൂടാൻ വേണ്ടിയാ ഈ നിൽക്കുന്ന ആദർശേട്ടനും അമ്മായി സഹിതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നിന്റെ ജീവിതം സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്ന് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ നയന പറഞ്ഞു, എന്ത് ചെയ്യാനാ, നവ്യേച്ചിയുടെ സ്വഭാവം ഒന്ന് മാറി വന്നതാ. വീണ്ടും 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 ഇപ്പൊ പഴയ സ്വഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കനകേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കനകേനെ ഇങ്ങനെ നവ്യ വിളിക്കുക. അപ്പൊ കനക എടുത്തിട്ട്, മോളെ എന്താ മോളെ? അത് പിന്നെ ഞാൻ കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നാലോ എന്ന് ആലോചിക്കുക. അത് പിന്നെ ഇവിടെ നടക്കുന്നൊന്നും കാണാൻ വയ്യ അമ്മേ. അമ്മയുടെ രണ്ടാമത്തെ മോൾക്ക് വട്ടായോന്നാ എന്റെ സംശയം. അല്ല, എന്താ പറ്റിയത് മോള് പറ. ആ ചന്തുമോളെ കൊഞ്ചിക്കാനേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും സമയവും നേരവും ഒക്കെ. അവളും അവളുടെ അമ്മായിയമ്മയും ഒക്കെ നമ്മുടെ അനന്ത പത്മനാഭനെ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇടയ്ക്ക് അവളുടെ അമ്മായിയമ്മയ്ക്ക് ആ കൊച്ചിനോട് വെറുപ്പായിരുന്നു, കണ്ടാ മിണ്ടത്തും ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങി. ചന്തുമോള് ചന്തുമോള് ചന്തുമോള്. മോളെ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. എത്രയെന്ന് വെച്ച അമ്മ ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് എന്റെ കൊച്ചിന്റെ പുറമ്പോക്കാണോന്ന്. അങ്ങനെ ചോദിക്കുന്നത് അബിയുടെ അമ്മയും ജാനകിയൊക്കെ ആയിരിക്കും അല്ലേ? അല്ലാതെ വേറെ ആരും അല്ലല്ലോ. അവര് കുടുംബകലഹം ഉണ്ടാക്കാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി കുടുംബകലഹം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ. പക്ഷെ കാഴ്ചക്കാർക്ക് ഇതൊന്നും കണ്ടാൽ ദഹിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? തേനെ പാലേന്നും പറഞ്ഞ് അതുപോലെ ആ കൊച്ചിനെ കൊഞ്ചിച്ചോണ്ട് നടക്കുന്നത്. നയനെ പോലും അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാറ് പോലുമില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാറ് പോലുമില്ല. അമ്മ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവളെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കണം. അതിനാ ഞാൻ വിളിച്ചത്. ശരി മോള് വിഷമിക്കണ്ട, ഫോൺ വെച്ചേക്കാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ വന്നു കേട്ടോ. ഗോവിന്ദൻ വന്നപ്പോഴത്തേക്കും കനക പറഞ്ഞു, ഗോവിന്ദേട്ടാ നവ്യമോളാ വിളിച്ചത്. അവളെന്താ വിളിച്ചത്? അവളെ കുഞ്ഞിനെ നയനമോള് പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന്. എല്ലാവരും ആ ചന്തുമോളുടെ പിന്നാലെയാണെന്നാ പറയുന്നത്. അത് പിന്നെ അവളുടെ കുഞ്ഞ് കൊച്ചു കുഞ്ഞല്ലേ, ഈ സമയത്ത് കൂടുതൽ നോക്കേണ്ടത് അവളുടെ അമ്മ തന്നെയല്ലേ. എങ്കിലും അവള് പറയുന്നതിൽ കാര്യമുണ്ട് ഗോവിന്ദേട്ടാ, നവ്യ പറയുന്നതില്. നയനിയും നയനയുടെ അമ്മയും ആദർശന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഈ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. നയനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാ കനകെ എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ആ വീട്ടിലെ കുഞ്ഞ് തന്നെയാ. കാരണം അത് ആദർശന്റെ കുഞ്ഞാണല്ലോ. ആദർശന്റെ കുഞ്ഞെന്ന് പറയുമ്പം ആദർശന്റെ അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ആദർശന്റെ രക്തത്തിലുണ്ടായ കുഞ്ഞല്ലേ? അല്ല, അതല്ല ഗോവിന്ദേട്ടാ, ആദർശന്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് ആ കുഞ്ഞിനോട് വെറുപ്പായിരുന്നില്ലേ? ഇപ്പൊ അതൊക്കെ മാറിയെന്നാ പറയുന്നേ. സ്വന്തം കൊച്ചുമോളെ എത്രയെന്ന് വെച്ചാ വെറുക്കുന്നത്? നമുക്ക് നമ്മുടെ മക്കളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാകാറില്ലേ? എന്ന് വെച്ച് നമ്മൾ ആ ഒരു വഴക്ക് നീട്ടി വെക്കാറുണ്ടോ? അത് രക്തബന്ധമാ, അതിൻ്റെ ഇടയിൽ ഒന്നും കാണില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ശരിക്കും കോമാളി ആയിരിക്കുന്നത് നയനമോള. അന്യ പെണ്ണിന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കേണ്ട അവസ്ഥയില നമ്മുടെ മോളിപ്പോ ഉള്ളത്. പക്ഷെ ആ കൊച്ചിന്റെ അമ്മ ജീവനോട് ഉണ്ട് താനും. നാളെ അവളുടെ അസുഖമൊക്കെ മാറി തിരിച്ചു വന്നാല് ആദർശിനെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? സ്വന്തം കുഞ്ഞിന്റെ അമ്മയല്ലേ. അയ്യോ ഗോവിന്ദേട്ടാ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോളുടെ ജീവിതം തുലാസിലായില്ലേ ഗോവിന്ദേട്ടാ. അതാ എൻ്റെ പ്രയാസം കനകെ. നമ്മുടെ കുഞ്ഞ് ഒന്ന് സന്തോഷിച്ചു വരുമായിരുന്നു. ഇപ്പം എല്ലാം തകർന്ന മട്ടായില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അങ്ങ് പോവുകയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ അനാമികേനെയാണ്. ഏതായാലും അനാമിക വരുമ്പോൾ നയന കുഞ്ഞിന് ഇങ്ങനെ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അനാമികയ്ക്ക് കലി വന്നിട്ട് അവൾ ഊട്ടുക വേറൊരുത്തിയുടെ കുഞ്ഞിനെ. നാണം കെട്ടവള്, നാണമില്ലാത്തവള്. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക കയറി വന്നു കേട്ടോ. കയറി വന്നിട്ട്, ഞാൻ അഴിഞ്ഞാടി നടക്കുന്നു എന്നായിരുന്നല്ലോ ഇത്രയും നേരം ഇവിടെ ഒരു പറച്ചില്. ഇപ്പം ഭർത്താവിന്റെ അഴിഞ്ഞാട്ടത്തിൽ ജനിച്ച കുഞ്ഞിനെ എത്ര സ്നേഹത്തോടു കൂടിയാണ് നീ ഊട്ടുന്നത്. കൊച്ചേ, ഞാനൊരു കാര്യം പറയാം, സൂക്ഷിച്ചു കണ്ടുമൊക്കെ വേണം ഇവള് വിളമ്പി തരുന്നത് കഴിക്കാനായിട്ട്. ചിലപ്പോ സ്നേഹം കാട്ടി മയക്കിയിട്ടെ നീ സ്ഥിരമായിട്ട് മയങ്ങാനുള്ള ഭക്ഷണമേ ഇവള് തന്നെന്നിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, അത് നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവമാണ്, അത് ഞാൻ വെളിപ്പെടുത്തണോടി എന്ന് ചോദിച്ചു. അത് വേറൊന്നും കൊണ്ടും അല്ലാട്ടോ പറഞ്ഞത്. അന്ന് വിഷം കൊടുത്തില്ലേ പാലില്, അത് നമ്മുടെ അനാമികയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ദേവയാണി കോമാ സ്റ്റേജിലല്ലോ അസുഖമൊക്കെ ആയിട്ട് കരളൊക്കെ മാറ്റി വെക്കേണ്ടി വന്നത്. അപ്പൊ അതാണ് ഒന്ന് ഓർമ്മിപ്പിച്ചത് കേട്ടോ. അപ്പം ഇത് കേട്ട ഉടനെ നമ്മുടെ അനാമികയുടെ കിളിയും മാറി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നത് ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലോ കേട്ടോ.